എല്ലാവർക്കും സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കർമ്മ തിയറിയെ കുറിച്ചിട്ടാണ്. എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കർമ്മ, എങ്ങനെയാണ് കർമ്മദോഷങ്ങളെ ഒഴിവാക്കുക എന്നതിനെ കുറിച്ചാണ്. കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഡിഫറെൻറ്റ് വാട്സപ്പ് കമ്മ്യൂണിറ്റി കൊണ്ട് ഈ ചാനലിന് അതിനകത്ത് നമ്മൾ ഒരുപാട് ഫ്രീ ക്ലാസ്സസും ഇനീഷ്യേഷൻസും ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ക്ലാരിഫിക്കേഷൻസും ഒരുപാട് ടിപ്സ്, ഡെയിലി ടിപ്സും എല്ലാം ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് വരുന്നതായിരിക്കും. അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ പോയി ജോയിൻ ആവാം. കർമ്മ എന്താണ്? കർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കർമ്മം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, ആക്ഷൻ. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്തകൾ കൊണ്ടും എല്ലാം കർമ്മം സൃഷ്ടിക്കപ്പെടുന്നു. നമുക്ക് സ്പിരിച്വൽ സയൻസിൽ നമുക്കൊരു വ്യക്തിക്ക് അനേകം ജന്മങ്ങളുണ്ടെന്ന് പറയപ്പെടും. ഏകദേശം ഒരു 70,000 ജന്മങ്ങൾ, ചിലയിടത്ത് 7 ലക്ഷം ജന്മങ്ങൾ, അങ്ങനെ പല പല ഗ്രന്ഥങ്ങളിൽ പല പല നമ്പറാണ്. അതിലൊന്നും ഒരു കാര്യമില്ല. എത്ര ജന്മം ഉണ്ടെങ്കിലും നമുക്കിത് അറിഞ്ഞിട്ട് കാര്യമില്ല. ഈ ജന്മങ്ങളിലെല്ലാം നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ, ഒരുപാട് നമുക്ക് നമ്മളുടെ ഇപ്പോൾ നമ്മളൊരു ബൂമറാങ് എറിയുമ്പോൾ നമ്മൾ പറയല്ലേ, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ, ന്യൂട്ടന്റെ ലോ പോലെ, ദർ ഇസ് എൻ ഓപ്പോസിറ്റ് ആൻഡ് ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലേ? ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എല്ലാ കർമ്മങ്ങൾക്കും അതിൻ്റേത് തത്തുല്യമായിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ടാവും. അതുതന്നെയാണ് കാർമിക് തിയറി. ജന്മാന്തരങ്ങളിൽ വിശ്വസിക്കാത്തവർക്ക് എന്ത് വിശ്വസിക്കാം? നമ്മൾ സയൻസ് പറയുന്നുണ്ട് എവല്യൂഷൻ. ഒരു അമീബയിൽ നിന്നൊരു മനുഷ്യനാകുമ്പോഴുള്ള എവല്യൂഷൻ. ആ ജീൻ തന്നെയാണ് നമ്മളുടെ, ആ ജീൻ്റെ എല്ലാ ജീൻസും നമ്മുടെ ഓരോ ജന്മങ്ങൾ, ഓരോ അതിങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും നമ്മളുടെ ജീനിലുണ്ട്. അതേപോലെ നമ്മുടെ അപ്പൂപ്പൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും, വേറെ ആരെങ്കിലുമൊക്കെ നമ്മുടെ തലമുറയിലെ അപ്പോൾ ഈ എവല്യൂഷൻ നിങ്ങൾ നോക്കാം. അതുകൊണ്ടല്ലേ പറയാറില്ല, ഇപ്പോൾ ഈ ചില ഹെറിഡിറ്ററി ആയിട്ടുള്ള ചില അസുഖങ്ങൾ, ഷുഗർ, അങ്ങനെയുള്ള അസുഖങ്ങൾ പറയുമ്പോൾ ജീൻസ്, ജനിതകം. ജന്മങ്ങളിൽ വിശ്വസിക്കാത്തവർക്ക് അങ്ങനെയും വിശ്വസിക്കാം. ജീൻസ്, ജനറ്റിക് തിയറി. അപ്പോൾ ജന്മാന്തരങ്ങളായി നമ്മൾ ഓരോ ലൈഫ് ടൈംസിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതിനെയാണ് കർമ്മം എന്ന് പറയുന്നത്. നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെയാണ് കർമ്മം എന്ന് പറയുന്നത്. ഇത് എന്താണ്? നമ്മളൊരു ബൂമറാങ് പോലെ എറിഞ്ഞാൽ തിരിച്ചു വരുന്നതാണ്. എന്താണോ കൊടുക്കുന്നത് അത് തിരിച്ചു കിട്ടും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 2-ാം വാക്യം, നിങ്ങൾ അളക്കുന്ന അളവുകോൽ കൊണ്ട് തന്നെ നിങ്ങളും അളക്കപ്പെടും, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങൾക്കും വിധി കൽപ്പിക്കും. ഇതാണ് കർമ്മ തിയറി. നിങ്ങൾ വിധിക്കുന്നതേ കൊയ്യൂ, വിതയ്ക്കുന്നതേ കൊയ്യൂ. ആസ് യു സോ യു റീപ്പ് അല്ലേ? ഇതെന്താണ്? കർമ്മമാണ്, കർമ്മ തിയറിയാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നോ അതൊക്കെ തിരിച്ച് കിട്ടും എന്നുള്ളത്. അതാണ് കാർമിക് തിയറി എന്ന് പറയുന്നത്. എല്ലായിടത്തും ഉണ്ട്. എല്ലാ മതഗ്രന്ഥങ്ങളിലും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ കാർമിക് തിയറി വേർഷൻസ്, ഇന്റർപ്രിട്ടേഷൻസ് അത് ഡിഫറെൻ്റ് ആണെന്നുള്ളൂ, പക്ഷെ പറയുന്ന കാര്യം എല്ലായിടത്തും ഒരേ കാര്യമാണ്. കർമ്മം നമുക്ക് 3 തരത്തിലാണ് വരും. ഒന്ന് സഞ്ചിത കർമ്മം, പ്രാരാബ്ധ കർമ്മം, ആഗമി കർമ്മം. സഞ്ചിത കർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അനേകമായിട്ടുള്ള ലൈഫ് ടൈംസിൻ്റെ മൊത്തത്തിലുള്ള കർമ്മം, അതാണ് സഞ്ചിത കർമ്മം. നമ്മൾ ഈച്ചയും പൂച്ചയും പാറ്റയും മനുഷ്യനും എല്ലാമായിട്ട് ആ ഒരു എവല്യൂഷൻ, കാർമിക് ജന്മാന്തരങ്ങളുടെ ആ ഒരു എവല്യൂഷനിലുണ്ടായ കർമ്മങ്ങളുടെ എല്ലാം ആകെത്തുക. പ്രാരാബ്ധ കർമ്മം എന്ന് വെച്ചാൽ എന്താണ്? ഈ ലൈഫിൽ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള കർമ്മം. അതായത് നമ്മളിപ്പോൾ ഒരു മാവിൽ ഇഷ്ടംപോലെ പച്ച മാങ്ങ ഉണ്ടെന്ന് വിചാരിച്ചു. ഈ പച്ച മാങ്ങകളെയാണ് സഞ്ചിത കർമ്മം എന്ന് പറയുന്നത്. അതിൽ പഴുത്ത് ഇപ്പോൾ കഴിക്കാറായ കർമ്മം, അതിനെയാണ് നമ്മൾ പ്രാരാബ്ധ കർമ്മം. ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ട റൈപ്പായിട്ടുള്ള കർമ്മം, അനുഭവിക്കാൻ പാകമായിട്ടുള്ള കർമ്മത്തിനെയാണ് നമ്മൾ പ്രാരാബ്ധ കർമ്മം എന്ന് പറയുന്നത്. അത് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടതാണ്. ഈ ജന്മത്തിൽ ഈ പ്രാരാബ്ധ കർമ്മം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഫ്രീ വില്ല് കൊണ്ട്, നമുക്ക് എപ്പോഴും ഫ്രീ വില്ല്, നമ്മൾ ചെയ്തു കൂട്ടുന്ന പുതിയ കാര്യങ്ങളുണ്ട് അല്ലേ? നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും. ഇതിനെയാണ് ആഗമി കർമ്മം എന്ന് പറയുന്നത്. ഇനി വരുന്ന കർമ്മം, അത് ഇനിയുള്ളതാണ്. അതാണ് കർമ്മം. ഇതിനെയാണ്, ഈ 3 കർമ്മങ്ങളെയാണ് കർമ്മം എന്ന് നമ്മൾ പറയുന്നത്. സ്പിരിച്വൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ ഈ കാർമിക്
ക്ലെൻസിങ് ആണ് സംഭവിക്കുക. എന്താണ് കാർമിക് ക്ലെൻസിങ്? കാർമിക് ക്ലെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മത്തിനെ ഒഴിവാക്കുക എന്നുള്ളതല്ല, അത് തെറ്റാണ്. കർമ്മത്തിനെ ഒരിക്കലും പൂർണ്ണമായി ഒഴിവാക്കാൻ അങ്ങനെ എളുപ്പമല്ല. വളരെ റെയറായിട്ടുള്ള കേസസിലാണ് കർമ്മ ഒഴിവാക്കപ്പെട്ടത്. ഒരു സദ്ഗുരുവിൽ പൂർണ്ണമായി വിശ്വസിക്കുക, എൻലൈറ്റൻഡ് ആയിട്ടുള്ള നമുക്കൊരു ഇഷ്ടദേവത ഉണ്ടാവുക, ഇതൊക്കെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി ക്ലെൻസിങ് സംഭവിക്കും. ക്ലെൻസിങ് എന്താണ്? ക്ലെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മത്തിൻ്റെ ചുരുക്കമാണ്. കർമ്മം ചുരുങ്ങും. നമ്മൾ കേട്ടിട്ടില്ലേ, കണ്ണിൽ തട്ടേണ്ടത് പുരികത്തി തട്ടിപ്പോവും. അത് എപ്പോഴാണ് ഉണ്ടാവുന്നത്? നമ്മൾ കണക്ട് ചെയ്യും. വൺസ് യു സ്റ്റാർട്ട് കണക്റ്റിങ് ആ ഡിവൈനുമായിട്ട്, നമ്മൾ ആൽഫ സ്റ്റേറ്റിൽ പോയി, അതായത് ക്ലൗഡ്, മനമാകുന്ന ക്ലൗഡ്സ്, മൈൻഡ് ഈസ് ഈക്വൽ ടു മായ, മായയിൽ നിന്ന് പുറത്തു വരുമ്പോൾ അത് സംഭവിക്കും. കണക്ഷൻ ഉണ്ടാവും. കണക്ഷൻ ഉണ്ടാവുമ്പോൾ സപ്പോർട്ട് ഉണ്ടാവും. ഹാർട്ട് പ്യൂരിഫൈ ആവും. അത് സപ്പോർട്ട് എപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ഗ്ലാസ്, ഒരു കണ്ണാടി, മിറർ അല്ലേ, മിററിൽ ഇഷ്ടംപോലെ ഡസ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. നമുക്ക് ഡസ്റ്റ് ഉണ്ടായത് കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷെ അതിൻ്റെ അർത്ഥം മിറർ അവിടെ ഇല്ല എന്നല്ല. അത് തുടച്ചു കളഞ്ഞാൽ മിറർ എപ്പോഴും ഇവിടെ ഉണ്ട്. അതേപോലെയാണ് കോൺഷ്യസ്നസ്, ഡിവൈൻ. നമ്മളുടെ ക്ലൗഡ്സ് എല്ലാം മാറ്റിക്കഴിഞ്ഞാൽ എപ്പോഴുമുള്ള ആ ഒരു സാന്നിധ്യം, എന്തിൻ്റെ സാന്നിധ്യം? അനുഗ്രഹത്തിൻ്റെ, കടാക്ഷത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റും. അത് ഒരു ലീലയാണ്, മൈൻഡാണ്. ഈ കർമ്മദോഷം, നമ്മൾ ചില ആൾക്കാർ പറയും പ്രായശ്ചിത്തം, കർമ്മദോഷം മാറ്റാൻ വേണ്ടി ഇത് ചെയ്താൽ മതി, അത് ചെയ്താൽ മതി. നിങ്ങളൊന്ന് ചിന്തിക്കുക. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരാളൊരു കൊലപാതകം ചെയ്തിട്ട് ജീവപര്യന്തം 8 വർഷം പോയി അനുഭവിച്ചു. 8 വർഷം അനുഭവിക്കുന്നതാണ് സൊസൈറ്റിയിലെ പ്രായശ്ചിത്തം, അല്ലേ? ഈ 8 വർഷം അനുഭവിച്ചത് കൊണ്ട് അയാളുടെ ഉള്ളം, ഹാർട്ട് പ്യൂരിഫൈ ആവുമെന്ന് പറയാൻ പറ്റും? അയാൾ ഇനി അത് ചെയ്യില്ല എന്ന് പറയാൻ പറ്റും? അയാളുടെ ആ ഒരു ചെയ്ത കുറ്റത്തിൻ്റെ ഇത് മാറി എന്ന് പറയാൻ പറ്റും? പറ്റില്ല. ശിക്ഷ അവിടെയാണ്. എത്രയോ പേര് അത് കഴിഞ്ഞിട്ടും വീണ്ടും ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ നമ്മളൊരു പ്രായശ്ചിത്തം ചെയ്തു, ഹോമമോ എന്തെങ്കിലും ചെയ്തു എന്ന് കരുതി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഹാർട്ട് പ്യൂരിഫൈ ആവും? ഹാർട്ട് പ്യൂരിഫൈ ആവണമെങ്കിൽ അവിടെ എന്ത് വേണം? ശരണാഗതി. നമ്മളുടെ ഇഷ്ടദൈവത്തിനെയോ കോൺഷ്യസ്നെസ്സിനെയോ നിങ്ങൾ എങ്ങനെയാണോ വിളിക്കുന്നത്, സുപ്രീം ഇൻ്റലിജൻസിനെയോ, നമ്മളെ ലൈഫിനെ തന്നെയോ സറണ്ടർ. വൺസ് യു സറണ്ടർ ടു ലൈഫ്, ജീവിതത്തിൽ തന്നെ, ജീവിതത്തിനോട് തന്നെ നിങ്ങൾ സറണ്ടർ എന്ന് പറഞ്ഞ ഒരു നെഗറ്റീവ് വേർഡല്ല, സമർപ്പിക്കും. അതായത് നമ്മൾ ആ ഒരു ലൈഫിൻ്റെ ഫ്ലോയിൽ നമ്മുടെ ആ ഒരു ഇമോഷൻസ്, നമ്മുടെ ചിന്ത, നമ്മളുടെ എല്ലാത്തിനെയും സമർപ്പിക്കുമ്പോൾ അതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഈ ഭക്തിയിലൂടെ മാത്രമാണ് ഹാർട്ട് പ്യൂരിഫൈ ആവുക. അതിനെയാണ് സൂഫിസത്തിൽ ഖൽബ് എന്ന് പറയുന്നത്. ഈ ഹാർട്ട് പ്യൂരിഫൈ ആവുമ്പോൾ മാത്രമാണ് ഡിവൈനുമായിട്ടുള്ള കണക്ഷൻ പോസിബിൾ ആവുക. ഡിവൈനുമായിട്ടുള്ള കണക്ഷൻ പോസിബിൾ ആവുമ്പോൾ നമുക്കെല്ലാം നടക്കും. അപ്പോൾ ഈ കണക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ ഭക്തിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ ഭക്തി ഉണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളം പരിശുദ്ധമാകും. ഉള്ളം പരിശുദ്ധമാകുമ്പോൾ പിന്നെ നമ്മളുടെ കർമ്മ ചുരുങ്ങി 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 വരും. മനസ്സിലായില്ല? അപ്പോൾ നമുക്ക് ഈ കർമ്മത്തിനെ മാറ്റാനായിട്ട് ഒരിക്കലും പറ്റില്ല. അതിനുവേണ്ടി ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമ്മളുടെ ഒരു ഗുരുവിനോടോ ഇഷ്ടദൈവത്തിനോടോ സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആ സറണ്ടറിൽ എന്ത് സംഭവിക്കും? വി വിൽ ബി ടേക്കൺ കെയർ ഓഫ്. ഒരു ഗൈഡൻസ് ഉണ്ടാവും. ഈ ഗൈഡൻസ് ഉണ്ടെങ്കിൽ ഒരു കർമ്മവും നമ്മളെ ബാധിക്കില്ല. എന്തൊക്കെ കർമ്മം ഉണ്ടെങ്കിൽ പോലും നമ്മളത് ശക്തിയോടെ ഫേസ് ചെയ്യുന്നതാണ്. കർമ്മം ആർക്കും ഫേസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഈ ഫേസ് ചെയ്യുന്ന കർമ്മം എന്ത് ചെയ്യുക? നമുക്കത് നേരിടാനുള്ള ശക്തി, ഉൾ ശക്തി, ഡിവൈൻ ശക്തി, നമ്മളുടെ മനസ്സിൻ്റെ ശക്തിയല്ല, ഡിവൈൻ ശക്തി ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്താണ്? എല്ലാം ഒരു സാക്ഷി ഭാവത്തിൽ കാണാനുള്ളൊരു കഴിവുണ്ടാവും. അതാണ് കർമ്മം. ഭക്തി, ഏറ്റവും പരമമായിട്ടുള്ള ഭക്തി, അതായത് എല്ലാം ഈശ്വര നിശ്ചയം, ഈശ്വരൻ്റെ ഇൻസ്ട്രുമെൻ്റാണ് ഞാൻ എന്നുള്ളൊരു ബോധ്യത്തിലുള്ളൊരു ഭക്തി. അത് ചെറിയ രീതിയിലാണ് തുടങ്ങുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഭക്തി ആരംഭിക്കുന്നത്? ഭക്തി നാമജപത്തിലൂടെ ആരംഭിക്കാം. ദിക്കർ, സൂഫിസത്തിൽ തന്നെ ദിക്കർ എന്നോ നാമജപം. നാമം ജപിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? വിൽ ഗോ ടു ഹയർ കോൺഷ്യസ്നസ്. നമ്മളുടെ ബോധം ഉയർന്ന തലത്തിലേക്ക് പോകും. എന്താണ് നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനേകായിരം ആൾക്കാർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതാണ് നാമം, ഇല്ലേ? അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു പവറുണ്ട്. അപ്പോൾ ആ നാമജപം, മന്ത്രജപം,
അതൊന്നുമില്ലാതെ ഹൃദയം പൊട്ടുള്ള ഭക്തി. അതാണ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുള്ള എന്താണ്, എനിക്കൊന്നിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നൊരു ഇലയോ വെള്ളമോ വെച്ചാൽ പോലും അത് ഞാൻ സ്വീകരിക്കും. അതായത് ഹൃദയമാണ് ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ നമ്മൾ ഭക്തി എന്ന് പറഞ്ഞിട്ട് എന്നും അമ്പലത്തിൽ പോവുക, അവിടെ പോയി തുലാഭാരം നടക്കുക, പൈസ, അതൊന്നും ഭക്തിയല്ല. അതൊക്കെ പുറമേയുള്ളൊരു നാട്യം മാത്രം. നാട്യം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോവുക നാട്യം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അമ്പലത്തിൽ പോകാം, പക്ഷെ അമ്പലത്തിൽ പോകൽ മാത്രമല്ല, അല്ലെങ്കിൽ പള്ളിയിൽ പോകൽ മാത്രമല്ല ഭക്തി. നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. ആ ഹൃദയം ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ അമ്പലമായാലും വീടായാലും എന്തായാലും എന്താണ്, നമുക്ക് ആ ഈശ്വരന്റെ ആലയമാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഈശ്വരന്റെ ആലയമായി മാറും. യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാ ഭൂത്വിചാനതഃ തത്ര കോ മോഹക ശോക ഏകത്വമനുപശ്യതഃ. ഇത് ഉപനിഷത്തിലൊരു ശ്ലോകമാണ്. അതായത് സർവ്വചരാചരങ്ങളിലും ഈശ്വരൻ കുടികൊള്ളുന്നു എന്ന് അറിയുന്നവന് എന്ത് മോഹം, എന്ത് ശോകം എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. വളരെ പ്രധാനപ്പെട്ടൊരു ശ്ലോകമാണ്. എൻ്റെ ലൈഫിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തൊരു ശ്ലോകമാണ്. അപ്പം ഈ ഒരു അറിവ്, ഈശ്വരനോടുള്ള ഭക്തി മാത്രം മതി. നിങ്ങളൊന്നും വേറെ ചെയ്യണ്ട. ഈ ഭക്തി ഡെവലപ്പ് ചെയ്യുന്നത് വഴി പിന്നെ നിങ്ങൾ പ്രാരാബ്ദം, ഇത് കർമ്മദോഷം, ഇതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഭക്തി അനന്യമായിട്ടുള്ള ആ ഒരു എന്താ പറയുക, സറണ്ടർ ചെയ്തുള്ളൊരു ഭക്തി, ഉറച്ച വിശ്വാസം, ഏകമായിട്ടുള്ള ആ പരമാത്മാവിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ട ദൈവത്തിൽ ഉള്ള ഭക്തി, അത് നിങ്ങളെ എന്താ പറയുക 6 കടലും കടന്ന് 7ാമത്തെ കടലിൽ കൊണ്ടെത്തിക്കും. അതായത് ചക്രധാരം 6 ചക്രവും കടന്ന് 7ാമത്തെ സ്ഥലത്ത് സഹസ്രാരത്തിൽ കൊണ്ട് ഓട്ടോമാറ്റിക്കലി എത്തിക്കും. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുക. എല്ലാ മതത്തിലുമുള്ളതാണ് കർമ്മം, കർമ്മദോഷം, കർമ്മം. കഴിവതും നല്ല കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ കൂടുതൽ ഭക്തി വരുന്തോറും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത് നല്ല കർമ്മങ്ങളായിരിക്കും. ഒരിക്കലും നമുക്കൊരു മോശം കർമ്മം ചെയ്യാനായിട്ട് തോന്നില്ല. അപ്പോൾ ഈ ഭക്തി ഡെവലപ്പ് ചെയ്യാൻ ഇന്ന് തന്നെ നിങ്ങൾ നാമജപം ആരംഭിക്കുക. അതാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ഭക്തിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരെങ്കിലും ഇന്ന് തന്നെ സ്റ്റാർട്ട് ചാൻറ്റിങ് ദ നെയിം ഓഫ് യു ഡിവൈൻ. ഒരു പർട്ടിക്കുലർ ഡിവൈൻ ഫോമിൽ വിശ്വാസമില്ലാത്തവർക്ക് യു ക്യാൻ ചാൻറ്റ് എനി പോസിറ്റീവ് അഫർമേഷൻ. ഇത് ചെയ്താൽ മതി. എന്തെങ്കിലും ഒരു പോസിറ്റീവ് അഫർമേഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.